ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിസ്കോസിറ്റി എന്താണ്, കൈനമാറ്റിക് വിസ്കോസിറ്റി എന്താണ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. If the velocity distribution over a plate is given by u equal to 2 by 3 y minus y square, in which u is the velocity in meter per second and at a distance y meter above the plate, determine the shear stress at y equal to 0 and y equal to 0.15 meter. Take dynamic viscosity of fluid as 8.63 poise. ഓക്കെ, എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുകയാണ് വേണ്ടത് ആദ്യം, അല്ലേ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ പ്ലേറ്റ് ആണ്. ഒരു വെലോസിറ്റി പ്രൊഫൈൽ രീതിക്കാണ്. ഒരു വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ പ്ലേറ്റ് ആണ് ഈ 2 by 3 y മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുക. അപ്പോൾ എന്താണ് ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അറിയണ്ടേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ വിസ്കോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വിസ്കോസിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത്? ഒരു പ്ലേറ്റ് ഉണ്ട്, ഈ പ്ലേറ്റിൽ വെർട്ടിക്കലായിട്ട് നമ്മളൊരു ലൈൻ എടുത്തു. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്നെടുത്ത് y എടുത്തത്. അപ്പോൾ ഇവിടെ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ ഇമാജിൻ ഇതാണ് ഫ്ലൂയിഡ്, ഇങ്ങനെ ഓരോ ലൈൻസായിട്ട് ഒഴുകുന്നുണ്ട്, അല്ലേ? ഓരോ ലെയറായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, ഈ ബ്ലാക്ക് ലൈനിൽ ഇങ്ങനെ ഒരു കർവ് പാരാബോളിക് നേച്ചറിൽ വരച്ചിട്ടില്ലേ, ഇതാണ് എന്ത് നമ്മളെ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ ഇക്വേഷനാണ് എന്ത് തന്നിരിക്കുന്നത് ഇവർ, യു ഈക്വൽ ടു 2 by 3 y മൈനസ് വൈ സ്ക്വയർ എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ പ്ലേറ്റ്. അതായത് ഇതാണ് പ്ലേറ്റ്, ദിസ് വൺ ഈസ് പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ മേലെ ഉള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ആ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഇങ്ങനെ കാണുന്നത്. അതെങ്ങനെ കിട്ടണത്? നമുക്ക് ഇവിടെ യു പ്ലസ് ഡി യു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്ത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതിൽ ഈ യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. എബോവ് ദ പ്ലേറ്റ്, ഇതാണ് പ്ലേറ്റ്. ആദ്യം ഞാൻ കാണിച്ച ഈ ബ്ലാക്ക് ലൈൻ ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പ്ലേറ്റ്. ആ പ്ലേറ്റിൽ നിന്ന് എബോവ് ദ പ്ലേറ്റിലേക്കാണ് വൈ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൗ, അല്ലേ? ടൗ ആണ് കാണേണ്ടത്. ടൗ ആണ് അറ്റ് എവിടേക്കാണ്? വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 0.15 മീറ്റർ. അതെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളിത് പ്ലേറ്റ് ആണല്ലോ, അല്ലേ? ഈ പ്ലേറ്റിൻ്റെ മേലെയുള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണിത്, അല്ലേ? അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പ്ലേറ്റിലുള്ള ഷിയർ സ്ട്രെസ്, അല്ലേ? വൈക്ക് നമ്മൾ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് കാണുക? അതാദ്യം പറയാം. ഷിയർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണ്, അല്ലേ? ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണ്, അല്ലേ? അതിൽ ഈ ടൗ ആണ് ഷിയർ സ്ട്രെസ്, അല്ലേ? അപ്പോൾ ടൗ അറ്റ് വൈ ഈക്വൽ ടു 0 എന്നായിരിക്കണം. 0 എന്ന് കാണണമെങ്കിൽ നമ്മൾ ഈ ഡി യു ബൈ ഡി വൈ ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ അതിൽ ഡിറ്റർമൈൻ ചെയ്യണം, എന്നിട്ട് വൈക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതേപോലെ വൈക്ക് 0.15 മീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷിയർ സ്ട്രെസ് കാണുക. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് ഷിയർ സ്ട്രെസ് കാണുക. അപ്പോൾ ഈ ഇക്വേഷനാണ് ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞ ഇക്വേഷനാണ് വെച്ചിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ അതിൽ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമുക്ക് വിസ്കോസിറ്റി എന്ന്. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 8.63 പോയിസ് എന്ന് തന്നിട്ടുമുണ്ട്. ക്ലിയർ? ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നമുക്കൊന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് പോവാം. പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഈ വരച്ചതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതണം. ദെൻ ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഷിയർ സ്ട്രെസ് എന്ന് എടുത്ത് എഴുതണം.
ദെൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചെയ്തു പോവുക. ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാനിവിടെ ഈ സ്പേസ് ഫോണിൽ എടുക്കണു, ഇതിൽ സ്പേസ് കുറവുള്ളതുകൊണ്ട് ഞാൻ പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അറിയാം ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി ആണല്ലോ. മ്യൂ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആണ് അല്ലേ. വിസ്കോസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിസ്കോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8.63 പോയ്സ് എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമുക്ക് എടുത്ത് എഴുതാം. മ്യൂ ഈക്വൽ ടു 8.63 പോയ്സ് ആണ്. പോയ്സ് അല്ലേ, ഒന്ന് മനസ്സിലാക്കുക. പോയ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോയ്സിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് പോയ്സിലാണോ ഇട്ട് ചെയ്യുക? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വിസ്കോസിറ്റി പോയ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്? വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്. സോ SI യൂണിറ്റിലേക്ക് ഈ പോയ്സിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താ ചെയ്യുക? ഈ പോയ്സിൽ തന്നിരിക്കുന്ന വാല്യൂവിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിൽ കിട്ടും? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിൽ കിട്ടും. സോ ഈ വാല്യൂവിനെ എനിക്ക് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണു? 8.63 ഡിവൈഡഡ് ബൈ 10 ചെയ്യാൻ. 10 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ എന്താ കിട്ടുക? 0.863 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ വിസ്കോസിറ്റി ഈ ചോദ്യത്തിൽ ഇപ്പോൾ ടൗ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്ക് ടൗ ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ മ്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പോയ്സിലാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇട്ടു. ഇനി അടുത്ത് എന്താ വേണ്ടത്? ഡി യു ബൈ ഡി വൈ ആണ് വേണ്ടത് അല്ലേ. ഡി യു ബൈ ഡി വൈ ആണ് വേണ്ടത്. അതെങ്ങനെ കാണാം? ഡി യു ബൈ ഡി വൈ നമുക്ക് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പകരം എന്താ തന്നിട്ടുള്ളത്? അല്ലേ, യുവും വൈയും ഡി യു ബൈ ഡി വൈ ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ബട്ട് ഡി യു ബൈ ഡി വൈ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ബട്ട് അവർ തന്നിരിക്കുന്നത് എന്താണ്? യു ഈക്വൽ ടു, കാരണം ഡി യു അല്ലേ, യു റിലേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ലോ അല്ല. വൈ യു ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3 y മൈനസ് വൈ സ്ക്വയർ അല്ലേ തന്നിരിക്കുന്നത്. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഡി യു ബൈ ഡി വൈ കണ്ടൂടെ? അല്ലേ? എങ്ങനെ കാണും? നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇപ്പം ഞാൻ ചെയ്യാണ്. ഡി യു ബൈ ഡി വൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇതിനെ ഈ മേലത്തെ ഇക്വേഷന് യു ഈക്വൽ ടു 2/3 വൈ മൈനസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡി വൈ ഓഫ് യു ചെയ്യാണ്. ചെയ്യുമ്പോൾ എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്താ വരിക? 2/3 വൈ എന്താ വരിക? 2/3 അല്ലേ. ഡി യു ബൈ ഡി വൈ എന്ന് പറയുമ്പോൾ 2/3 മൈനസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2y. ക്ലിയർ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി യു ബൈ ഡി വൈയുടെ വാല്യൂ കിട്ടി. എന്താണ്? 2/3 മൈനസ് 2y എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തെടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട് ചെയ്തെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് എന്താ ചെയ്യുക? ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അത് കണ്ടുപിടിക്കാം അല്ലേ. ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷിയർ സ്ട്രെസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വെൻ ഷിയർ സ്ട്രെസ് അറ്റ് y ഈക്വൽ ടു 0വും y ഈക്വൽ ടു 0.15 മീറ്റർ ആകുമ്പോഴാണ് കാണേണ്ടത് അല്ലേ. എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഉണ്ട്. മ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡി യു ബൈ ഡി വൈ കണ്ടുപിടിച്ചില്ലേ അല്ലേ. ഇപ്പോൾ ഡി യു ബൈ ഡി വൈയിലല്ലേ വൈ വരുന്നത്. സോ നമ്മൾ ചെയ്യുക
du by dy at y equal to 0. y equal to 0 ആകുമ്പോൾ എന്താണ് കിട്ടുക എന്നാണ് അല്ലേ. ഇപ്പോൾ ഡി യു ബൈ ഡി വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് കണ്ടുപിടിച്ചത് എന്താ കിട്ടിയത്? 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 ഇൻറ്റു വൈ ആണ്. ഇവിടെ ഈ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ ഈ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് സോൾവ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ്, ഞാൻ ഇതും കൂടി ഒന്ന് മായ്ക്കാം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ഡി യു ബൈ ഡി വൈ അറ്റ് y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഡി യു ബൈ ഡി വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2/3 മൈനസ് 2 വൈ ആണ് അല്ലേ. ആ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണു? ഈ വാല്യൂ കൊടുക്കണം, ദാറ്റ് ഈസ് 0 കൊടുക്കുകയാണ്. 0 കൊടുത്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഇവിടെ 2 ഇൻറ്റു 0 എന്തായി? 2 ഇൻറ്റു 0 എന്തായി? 0 ആയി പോയി. ബാലൻസ് എന്താ ഉള്ളത്? 2/3 ആണുള്ളത്. 2 ഡിവൈഡഡ് ബൈ 3 അല്ലേ. അതിൻ്റെ വാല്യൂ എന്താ വരിക? 2 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 0.667 കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ അല്ലേ. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ? ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈക്വൽ ടു 0ൻ്റെ വാല്യൂ കിട്ടി. ഇതേപോലെ എന്തും കൂടി കണ്ടുപിടിക്കുക? ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈക്വൽ ടു 0.15ൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കുക. അതും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈക്വൽ ടു 0ൻ്റെ വാല്യൂ നോട്ടിൽ എഴുതി കറക്റ്റ് എഴുതി നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് എഴുതുക ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈക്വൽ ടു എന്താണ്? 0.15 ചെയ്യുമ്പോൾ കിട്ടും 2/3. ഡി യു ബൈ ഡി വൈൻ്റെ വാല്യൂ അറിയുക 2/3 മൈനസ് 2y ആണ്. 2yക്ക് പകരം എന്ത് ചെയ്യണു? 0.15 അല്ലേ. ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടണത്? എനിക്ക് കിട്ടണ വാല്യൂ, ഇത് എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടണ വാല്യൂ 0.367 കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തെടുക്കുക. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദ ആൻസർ. സോ ഇനി അടുത്തതല്ല, ഇപ്പോൾ നമുക്കെല്ലാം കിട്ടി. എന്താണ് സോൾവ് ചെയ്യാനുള്ള എല്ലാം കിട്ടി. ഇനി നമുക്ക് എന്താണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് കാണാം അല്ലേ. ഇപ്പോൾ ഷിയർ സ്ട്രെസ് രണ്ട് രീതിക്കാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഷിയർ സ്ട്രെസ് എവിടെ? y0യും y 0.15 മീറ്റർ ആകുമ്പോഴാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ y0 ആകുമ്പോൾ ഡി യു ബൈ ഡി വൈയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. y 0.15 മീറ്റർ ആകുമ്പോൾ ഡി യു ബൈ ഡി വൈയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഷിയർ സ്ട്രെസ് അതായത് ടൗ ആണല്ലോ, അറ്റ് y ഈക്വൽ ടു 0. ഷിയർ സ്ട്രെസ് അറ്റ് y ഈക്വൽ ടു 0. അങ്ങനെ ആകുമ്പോൾ എന്താ എഴുതുക? ടൗ അല്ലേ. ടൗ അറ്റ് എന്താണ്? ടൗ 0 അല്ലേ. നമുക്ക് അങ്ങനെ എഴുതിക്കോളൂ. ടൗ ഇവിടെ എന്താണ്? താഴെ സഫിക്സിലായിട്ട് ടൗ. കൺഫ്യൂഷൻ ആക്കണില്ല, ഞാൻ പറയാം. എന്താണ്? ടൗ അറ്റ് 0, അത് വൈയുടെ ഡിസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഇക്വേഷൻ മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. വാല്യൂ എത്രയാണ്? y ഈക്വൽ ടു 0 ആണ് വരിക. ഇതല്ല ഇക്വേഷൻ വരിക അല്ലേ. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? മ്യൂവിൻ്റെ വാല്യൂ എന്താണ്? 8.63 ഡിവൈഡ് ബൈ 10 ആണ്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0.863 അല്ലേ. ഇൻറ്റു ഇതൊന്ന് മാച്ചോട്ടെ, സ്പേസ് ഇല്ല. ഐ ഹോപ്പ് നിങ്ങളിത് ഇക്വേഷൻ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈക്വൽ ടു 0 നോട്ട് ചെയ്യുന്നത് ഞാനിവിടെ എഴുതാം. മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 0.863 ഇൻറ്റു ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈക്വൽ ടു 0ൻ്റെ വാല്യൂ നമ്മൾ എത്ര കണ്ടുപിടിച്ച്? 0.667
7 ശരിയല്ലേ? സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.5756 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഷിയർ സ്ട്രെസ് അറ്റ് y ഈക്വൽ ടു 0 വാല്യൂ എത്രയാണ് കിട്ടിയത്? അത് സോൾവ് ചെയ്യുമ്പോൾ ആ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 0.5756 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ബിക്കോസ് ഷിയർ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? ഷിയർ സ്ട്രെസ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ നമുക്ക് എന്ത് കാണണം? ചോദ്യത്തിൽ എന്തും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ y ഈക്വൽ ടു 0 കൊടുത്തു, അവിടെ നമ്മൾ എന്ത് കൊടുക്കും? y ഈക്വൽ ടു 0.15 എന്ന് കൊടുക്കും. സോ ഇവിടെ എന്താണ്? ഷിയർ സ്ട്രെസ് അറ്റ് y ഈക്വൽ ടു 0.15 മീറ്റർ. സോ ഇക്വേഷനിൽ എന്താ വരിക? ടൗ അറ്റ് y ഈക്വൽ ടു എന്താണ്? എഴുതാൻ കഴിയുന്നില്ല. ടൗ ഇവിടെ 0.15 ആണേ. നോക്കുക, ഇവിടെ എന്താ വരിക? മ്യൂ ഇൻറ്റു du ബൈ dy അറ്റ് y ഈക്വൽ ടു എത്രയാണ് വരിക? y ഈക്വൽ ടു എന്താണ്? 0.15 ആണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. du ബൈ dy അറ്റ് y ഈക്വൽ ടു 0.15യുടെ വാല്യൂ എത്ര കിട്ടിയത് നമുക്ക്? 0.365 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇവിടെ എഴുതാം. ഇവിടെ ടൗ ഈക്വൽ ടു 0.15 ആണ്. സോ മ്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം 0.863 ആണ്. 0.863 ആണ്. ഇൻറ്റു du ബൈ dy അറ്റ് y ഈക്വൽ ടു 0.15യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.367 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 0.3167 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രോബ്ലം. ക്ലിയർ? ഫസ്റ്റ് പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ പ്ലേറ്റ് തന്നിട്ടുണ്ട്. അതിൽ u വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, y ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എബോവ് ദ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. y ഈക്വൽ ടു 0യും y ഈക്വൽ ടു 0.15 മീറ്ററും. വിസ്കോസിറ്റി തന്നിട്ടുണ്ട് 8.63 പോയ്സ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പോയ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്തു. ദെൻ ഷിയർ സ്ട്രെസ്സിൽ നമുക്ക് എന്താണ്? ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അറിയാം. ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy ആണെന്ന് അറിയാം. അപ്പോൾ അതിൽ ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ du ബൈ dy അറിയില്ല. ആ du ബൈ dy കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ u ഈക്വൽ ടു 2/3y മൈനസ് y സ്ക്വയർ എന്ന് പറഞ്ഞ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? du ബൈ dy കണ്ടുപിടിച്ചു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു? ഷിയർ സ്ട്രെസ് y 0യും y 0.15 മീറ്റർ ആകുമ്പോഴാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതെന്താ ചെയ്തത്? du ബൈ dy അറ്റ് y ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ല, du ബൈ dyയുടെ വാല്യൂവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂവിൽ വൈക്ക് 0 എന്നും വൈക്ക് 0.15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ രണ്ട് പാർട്ടായിട്ട് നമ്മളിവിടെ സോൾവ് ചെയ്തു അല്ലേ? അറ്റ് y ഈക്വൽ ടു 0യും അറ്റ് y ഈക്വൽ ടു 0.15 മീറ്ററിനും. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ലെറ്റ്സ് മൂവ് ടു അനദർ പ്രോബ്ലം. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അടുത്ത പ്രോബ്ലം ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. എ പ്ലേറ്റ് 0.025 mm ഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സ്ഡ് പ്ലേറ്റ് മൂവ്സ് അറ്റ് 60 cm/s and requires a force of 2 Newton per unit area, that is 2 Newton per meter square, to maintain this speed. Determine the fluid viscosity between the plates. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഒരു പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് 0.025 mm ഡിസ്റ്റൻറ്റിൽ ആണ് വെച്ചിരിക്കുന്നത്. ഏത്? ഒരു ഫിക്സ്ഡ് പ്ലേറ്റിൽ നിന്ന് 0.025 mm ഒരു പ്ലേറ്റ് ഉള്ളത്. ആ പ്ലേറ്റ് മൂവ് ചെയ്യണ സ്പീഡ് 60 cm/s ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റിക്വയർസ് എ ഫോഴ്സ് ഓഫ് 2 Newton per meter square, 2 Newton per unit area. അതെന്ന് പറയുന്നത് 2 Newton per meter square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 Newton per unit area, that is 2 Newton per meter square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് വൺ അല്ലേ, ടു മെയിൻറ്റെയിൻ ദിസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വരച്ച് കാണിക്കാം. ഒരു ഫിക്സ്ഡ് പ്ലേറ്റ് ഉണ്ട്. ഫിക്സ്ഡ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഫിക്സ്ഡ് പ്ലേറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ദിസ് ഈസ് അവർ ഫിക്സ്ഡ് പ്ലേറ്റ്. ഓക്കെ, ഈ ഫിക്സ്ഡ് പ്ലേറ്റിൻ്റെ ഓവറിൽ ഒരു സെർട്ടൻ ഡിസ്റ്റൻസ്, ആ സെർട്ടൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ 0.025 എന്ന് പറയുന്നത്. ഇതാണ് മൂവിങ് പ്ലേറ്റ്. ഓക്കെ, ഇത് മൂവിങ് പ്ലേറ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ്, ഈ ഫിക്സ്ഡ് പ്ലേറ്റ് ഈ മൂവിങ് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര തന്നിരിക്കുന്നത്? 0.025 mm എന്ന് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് മൂവിങ് പ്ലേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഇത് മൂവിങ് പ്ലേറ്റ് ആണല്ലോ അല്ലേ? ഇത് മൂവിങ് പ്ലേറ്റ് ആണ്. ആ മൂവിങ് പ്ലേറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് ഉണ്ടല്ലോ, അതിൻ്റെ സ്പീഡാണ് അത് മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവിങ് പ്ലേറ്റ് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 60 cm/s ആണ്. 60 cm/s ആണ് സ്പീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് യു വെലോസിറ്റി തന്നെ എടുക്കാം. cm/s അല്ലേ? യു ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ സ്പീഡ് 60, ഈ പ്ലേറ്റ് മൂവിങ് പ്ലേറ്റ് 60 cm/s മൂവ് ചെയ്യണത്. അത് മൂവ് ചെയ്യാനായിട്ട് 60 cm/s മൂവ് ചെയ്യാനായിട്ട് ഈ പ്ലേറ്റിന് ഒരു ഫോഴ്സ് റിക്വയർഡ് ആണ്. ആ ഫോഴ്സാണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? 2 Newton per meter square തന്നിട്ടുള്ളത്. കാര്യം മനസ്സിലായ? ഒരു ഫിക്സ്ഡ് പ്ലേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ദിസ് വൺ. ഒരു ഫിക്സ്ഡ് പ്ലേറ്റ് ഉണ്ട്. ആ ഫിക്സ്ഡ് പ്ലേറ്റിന് ഒരു 0.025 mm ഡിസ്റ്റൻറ്റ് അപ്പാർട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അതാണിത്. ഒരു പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ആ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 60 cm/s ആണ്. ഓക്കെ, ആ 60 cm/s ആ പ്ലേറ്റ് മൂവ് ചെയ്യാനായിട്ട്, ആ 60 cm/s സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ആവശ്യമുള്ള ഫോഴ്സ് എന്താണ്? ഈ മൂവിങ് പ്ലേറ്റിന് ആവശ്യമുള്ള ഫോഴ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അവർ? 2 Newton per meter square എന്നാണ് തന്നിരിക്കണം. കാര്യം മനസ്സിലായല്ലേ? 2 Newton per meter square ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം സാർ ഫോഴ്സ് ആണ്, എന്തുകൊണ്ട് Newton per meter square എന്ന്? ഫോഴ്സ് ആണെങ്കിൽ ആക്ച്വലി അവർ ന്യൂട്ടനെ പറയുന്നുണ്ടോ അല്ലേ? ബട്ട് ഇവരിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? Newton per meter square എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദേ ഹാവ് ഗിവൺ നോട്ട് എ ഫോഴ്സ്, ദേ ഹാവ് ഗിവൺ എന്താ തന്നിരിക്കുന്നത്? ഷിയർ സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. കാര്യം മനസ്സിലായ? കാരണം Newton per meter square ആണ്. ഷിയർ സ്ട്രെസ് ടൗ ആണ് തന്നിരിക്കുന്നത്. കാര്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമുക്ക് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? വിസ്കോസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. രണ്ട് പ്ലേറ്റ്സിൻ്റെ, അതായത് ഫിക്സ്ഡ് പ്ലേറ്റും മൂവിങ് പ്ലേറ്റും ഉണ്ട്. ആ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഉള്ള വിസ്കോസിറ്റിയാണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യണം. ഒന്ന് പറഞ്ഞുതരാം. ഇമാജിൻ
ഇത് ഫിക്സ്ഡ് പ്ലേറ്റ് ആണെന്നൊന്ന് ഇമാജിൻ ചെയ്യുക. ഇത് മൂവിങ് പ്ലേറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇതിനകത്ത് എന്തുണ്ട്? രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയ്ക്ക് എന്താണ്? ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എത്രയെന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇത് dy എന്ന് പറഞ്ഞാൽ ഈ ഫിക്സ്ഡ് പ്ലേറ്റും ഈ മൂവിങ് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? dy എന്ന് എടുക്കാം. ഓക്കെ, dy എന്ന് എടുക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് എന്താണ്? dy ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.025 mm എന്ന് തന്നിട്ടുണ്ട്. ദെൻ വെലോസിറ്റി കേസ് ഞാൻ എപ്പോഴും പറഞ്ഞാണ്. വെലോസിറ്റി u തന്നിട്ടുണ്ട്. ദെൻ ഫോഴ്സ് എന്ന് പറയുന്നത് ടൗ ആണ് അവർ തന്നിരിക്കുന്നത്. എന്ത്? 2 Nm/m² എന്നുള്ളത് എന്താണ്? ടൗ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കാണേണ്ടത് വിസ്കോസിറ്റി ആണല്ലോ. അപ്പോൾ അവർ ടൗ തന്നിട്ടുണ്ട്, dy തന്നിട്ടുണ്ട്. ശരിയല്ലേ? dy തന്നിട്ടുണ്ട്. സോ ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? വിസ്കോസിറ്റി കാണാനായിട്ട് അറിയുന്ന ഇക്വേഷൻ എന്താണ്? ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy ആണ്. ശരിയല്ലേ? ഇപ്പോൾ ഈ റിലേഷനിൽ ടൗ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, dy നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. dy എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ് അല്ല, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് വളരെ വ്യക്തമായിട്ട് തന്നെ 0.025 ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് dy എന്നാണ്. ബട്ട് du തന്നിട്ടുണ്ടോ? du തന്നിട്ടില്ല. ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ബട്ട് എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് ഓഫ് മൂവിങ് പ്ലേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാ? ഇത് ഫിക്സ്ഡ് പ്ലേറ്റ് ആണ്, ഇത് ഫിക്സ്ഡും ഇത് മൂവിങ്ങും ആണ്. അപ്പോൾ മൂവിങ് പ്ലേറ്റിൻ്റെ വെലോസിറ്റി എന്താണ്? 60 cm/s ആണ്. ഫിക്സ്ഡ് പ്ലേറ്റിൻ്റെ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇപ്പോൾ du കാണണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? du എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ എപ്പോഴും എങ്ങനെ എഴുതാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ മൂവിങ് പ്ലേറ്റിൻ്റെ വെലോസിറ്റി അല്ലേ? ദാറ്റ് ഈസ് u ആണ് അല്ലേ? u മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പ്ലേറ്റിൻ്റെ വെലോസിറ്റി. അതെന്താണ്? ഫിക്സ്ഡ് ആണ്. അതിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല, 0 അല്ലേ? ഇപ്പോൾ du ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 60 cm/s എന്ന് കിട്ടി. അതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഇൻറ്റു 10⁻⁻² അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 100 അല്ലേ? ഇപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ 0.60 m/s കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇതിൽ ഷിയർ സ്ട്രെസ് ആയി du ആയി dy ആയി. ഇപ്പോൾ ഓൺലി അൺനോൺ തിങ് എന്താണ്? മ്യൂ ആണ്, വിസ്കോസിറ്റി ആണ്. അതല്ലേ കാണാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂലേ അല്ലേ? അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ വി ക്യാൻ റൈറ്റ് we know that tau equal to mu into du by dy. So we need to determine what? Mu ആണ് കാണേണ്ടത്. So we can write the equation. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ് അത് ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യാനായിട്ട്. We can write the equation എന്താണ്? mu ഈക്വൽ ടു എന്തെന്ന് വരും? tau ഈക്വൽ ടു mu into du by അല്ലേ? മ്യൂവിന് മാത്രം ഇത് ചെയ്യുമ്പോൾ mu ഈക്വൽ ടു tau ഡിവൈഡഡ് ബൈ du by dy ആണ്. ശരിയല്ലേ? ടൗവിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഡിവൈഡഡ് ബൈ ഡിയുവിൻ്റെ വാല്യൂ എത്രയാണ്? 0.6 ആണ്. ഡിവൈഡഡ് ബൈ ഡിവൈയുടെ വാല്യൂ എത്രയാണ്? 0.025 ആണ് അല്ലേ? ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മ്യൂവിൻ്റെ ഒരു വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8.33 into 10⁻⁻⁵ Nm/s² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ ക്ലിയർ അല്ലേ? ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങളിത് പഠിക്കുക. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ നോട്ടിലുണ്ടായിരിക്കണം. വളരെ നീറ്റായിട്ട് തന്നെ എഴുതി വയ്ക്കുക. ഞാൻ ഹോംവർക്ക് തരുന്നതായിരിക്കും. ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിലെങ്കിലും ഹോംവർക്ക് ഞാൻ തരും. അപ്പോൾ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയണം. ഓക്കെ
ഓക്കെ, നമുക്കിനി ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ തന്നെ ബാക്കി പ്രോബ്ലംസ് നോക്കാം. ഓക്കെ.